വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിപ്പോൾ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഞാനും ഫറും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കിയാലോ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഇൻഫിനിറ്റി പെയിൻറ്റർ എന്നൊരു ആപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് കിട്ടണം. ഇൻഫിനിറ്റി പെയിൻറ്റർ എന്നൊരു ആപ്പ് ഇൻഫിനിറ്റി പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്ത് ഇൻഫിനിറ്റി പെയിൻറ്ററാണ് അത്. ഇതാക്കുക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിൽ പോയിട്ട് നമ്മൾ ഇതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റിൽ പോയിട്ട് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അതിലിപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഗൈസ് ഇതിൽ നമുക്ക് പെയിൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പല ടൈപ്പ് പെയിൻറ്റ് ഉണ്ടാവും. പെൻസിൽ, പെൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ എനിക്കിഷ്ടം കാലിഗ്രഫിയിൽ സോഫ്റ്റ് ടൈപ്പ് എന്നൊരു പെൻ ഡിസൈനാണ്. അതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതി കൊടുക്കാം. അത് നമുക്കിപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതിയിട്ട് തെറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇറേസർ എടുക്കാമല്ലോ. ഈ ഇറേസർ എടുത്ത് നമുക്ക് മായ്ക്കാം. അത് മായ്ച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മുടെ പെൻ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ബ്രഷ് തന്നെ നമുക്ക് ഉണ്ടാവും. പൊതുവെ നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യൽ മലയാളം എഴുതാനല്ലേ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. നല്ല രസത്തിൽ എഴുതി കൊടുത്താൽ അതിൻ്റെ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പം മൈൻ എഴുതിയിട്ട് നമുക്ക് മൈ കസിൻസ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഞാനിപ്പോൾ നല്ല വൃത്തിക്ക് എഴുതാനൊക്കെ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ. നമ്മൾ നന്നായിട്ടൊരു എഴുതുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കൊടുക്കണ്ട. ഞാൻ നല്ലപോലെ എഴുതിയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നല്ലപോലെ എഴുതണേ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ത്രീ ഡോട്ട്സ് അവിടെ കാണാം. അതിൽ കൊടുത്തിട്ട് എക്സ്പോർട്ടിൽ പോയിട്ട് നമ്മുടെ ഫോർമാറ്റ് ഇതിൽ നിൽക്കുക. ഇവിടെ PNG എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിൽക്കി കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിടുക. പിന്നെ എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി അത് ഗാലറിയിൽ സേവ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ പോകണം. ഇൻസ്റ്റയിൽ പോയിട്ട് നമ്മുടെ സ്റ്റോറി ഇടാനുള്ള സ്റ്റോറിയിൽ പോയിട്ട് അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവും മൈ കസിൻസ് എന്നൊരു ഓപ്ഷൻ. അത് നെക്സ്റ്റ് അല്ല സോറി കേട്ടോ. ആദ്യം പോയിട്ട് നമ്മുടെ 1 മിനിറ്റ് ഗൈസ്. അത് നമ്മൾ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇൻസ്റ്റയിലത്തെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ സ്റ്റോറി, ഫീഡ്, ചാറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാലേറ്റ് സ്റ്റോറിയാണ് ഞാൻ എടുക്കുന്നത്. സ്റ്റോറി എടുത്തതിന് ശേഷം അതിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. സൂം ചെയ്ത് നമുക്ക് വേണ്ടതൊക്കെ ഇല്ല. അതിൽ ഈ സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും. ഫോട്ടോയിൽ പോയിട്ട് നമ്മുടെ മൈ കസിൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പറഞ്ഞു. ഇതെടുത്തിട്ട് നമുക്ക് എവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കസിൻസ് ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. ചെറുതാക്കണം, ഭയങ്കര ചെറുതാക്കാൻ പറ്റും, ഭയങ്കര നല്ല വലുതാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ വെക്കാം. മൈ കസിൻസ് എന്നൊരു ഇനി നമുക്ക് മ്യൂസിക് സെറ്റ് ചെയ്തിട്ട് കാണാം. ഫുൾ ഇതൊക്കെ ഇതാക്കിയതിന് ശേഷം നേരെ അപ്ലോഡ് ചെയ്യാണ്. മ്യൂസിക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ